Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിക്ക് വേണ്ടാത്ത, പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ലാത്ത മാങ്കൂട്ടത്തിലിനെ നാട്ടുകാർക്ക് വേണം. പാർട്ടിയിൽ നിന്നും നിയമസഭാ കക്ഷി അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത രാഹുൽ നിയമസഭയിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. അവധിക്ക് അപേക്ഷിച്ചാൽ പുറത്താക്കി എന്ന് പറയാനാവില്ല, മറ്റു കള്ളം പറയേണ്ടി വരും. നാട്ടിലിറങ്ങിയാലോ പൊതുജനം ബഹിഷ്കരിക്കും. പരിപാടികൾ ക്ഷണിക്കപ്പെട്ടാലോ വന്ന് ശോഭ കെടുത്തരുതേ എന്ന കുറിപ്പ് കിട്ടും. സഭയിൽ വരാത്ത, നാട്ടിലിറങ്ങാനാകാത്ത, ഒരു നിയമസഭാ കമ്മിറ്റിയിലും തുടരാനാവാത്ത, ഒരു പ്രമേയവും പോലും അവതരിപ്പിക്കാനാകാത്ത, രാഷ്ട്രീയമായി നിർവീര്യമാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിലനിർത്തുന്നത് ആർക്കു വേണ്ടിയാണ്? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, അഭിഭാഷക അഡ്വക്കേറ്റ് ഷാനിബ അലി എന്നിവരാണ്. ആദ്യം ഞാൻ നിസാം സെയ്ദിലേക്ക്. നിസാം സെയ്ദ്, പാർട്ടിക്ക് വേണ്ടാത്ത ഒരു MLA ആർക്കാണ് വേണ്ടത്? ഈ MLA കൊണ്ട് ഇനി എന്താണ് ആ മണ്ഡലത്തിലെ ആളുകൾക്ക് പ്രയോജനം? ഈ MLA എങ്ങനെ നിയമസഭാ സാമാജികനായി തുടരും? നിസാം സെയ്ദ്. അരുൺ, ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു പ്രസ്താവന വായിക്കാം. രാജ്യത്തുടനീളമുള്ള 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കൃത്യങ്ങളിൽ കുറ്റാരോപിതരാണ്. അവരാരും രാജിവെച്ചിട്ടില്ല. ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന് കരുതുക. പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം തിരികെ കിട്ടുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പുറപ്പെടുവിച്ച പ്രസ്താവനയല്ലിത്. ഈ പ്രസ്താവന ബലാത്സംഗ കുറ്റം ചുമത്തി മുകേഷ് MLA അറസ്റ്റിലായി അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയോട് CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രസ്താവന പറയുന്നതായിട്ട് MV ഗോവിന്ദനോട് മാധ്യമപ്രതിനിധികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരമാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, മുകേഷ് ഒരു പ്രതി മാത്രമാണ്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. CPM-ന് ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ ഉള്ള ലൈംഗിക ആരോപണങ്ങളോടുള്ള നിലപാടാണ് CPM പാർട്ടി സെക്രട്ടറി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നിലപാട് അല്ല CPM-നുള്ളതെന്ന് മറ്റേതെങ്കിലും ഒരു കമ്മിറ്റി പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ CPM ലൈംഗിക ആരോപണത്തിന് വിധേയരായ ഒരാൾ രാജിവെക്കണമെന്നൊരു അഭിപ്രായം CPM-നില്ല. മുകേഷ് മാത്രമല്ല CPM-ൽ ലൈംഗിക ആരോപണത്തിന് വിധേയരായത്. ഒട്ടേറെ ആളുകളുടെ പേരുണ്ട്, ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. പിന്നെ BJP-യുടെ പ്രതിനിധിയുടെ ശബ്ദം ഞാനിവിടെ കേട്ടു. പക്ഷെ നമുക്കറിയാം, ഡൽഹിയിൽ വളരെ നീണ്ട കാലം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാജ്യാന്തരങ്ങളിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച ഗുസ്തി താരങ്ങൾ നീണ്ട കാലം ഒരു സത്യാഗ്രഹം നടത്തി, സ്ത്രീകൾ അടക്കം. ബ്രിജ് ഭൂഷൺ എന്ന ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം BJP-യുടെ MP ആണ്. അദ്ദേഹത്തെ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെങ്കിലും വളരെ ഗുരുതരമായ പോസ്കോ കുറ്റം ഉൾപ്പെടെ വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പരസ്യമായി ചാർജ് ചെയ്യപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ പേരിൽ പരസ്യമായി ഉന്നയിച്ചത്. ഒരു നടപടിയും BJP എടുത്തിട്ടില്ല. അതിനെതിരെ പരാതി ഉയർത്തിയ വനിതകൾക്ക് നേരെ, ഇന്ത്യയുടെ യശസ് ഉയർത്തിയ കായിക താരങ്ങൾക്ക് വരെ പോലീസ് അതിക്രമം പോലും അഴിച്ചുവിട്ടു. BJP ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് ഇവിടെ എടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമുക്കറിയാവുന്നതുപോലെ പരസ്യമായി, ഫോർമലായി, ഔദ്യോഗികമായി ഒരു പരാതിയും ഇതേവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു FIR ഇല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസില്ല. അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളിലും ക്ലാരിറ്റി കുറവാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്ന, നിങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളിൽ അദ്ദേഹം വിശദീകരണം നൽകേണ്ടതുണ്ട്. അത് അല്ലെന്ന് അദ്ദേഹം നിഷേധിക്കാത്തിടത്തോളം കാലം അത് വളരെ ഗുരുതരമായ കുറ്റമാണ് എന്ന് തന്നെ ഞാൻ കരുതുകയും ചെയ്തു. ആ സമയത്ത് കോൺഗ്രസ് പാർട്ടി ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട മാന്യതയും പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട രാഷ്ട്രീയ സദാചാരവും അതുപോലെ തന്നെ വിവേചന ബുദ്ധിയും രാഹുൽ മാങ്കൂട്ടം കാണിച്ചിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തീരുമാനമെടുക്കുന്നു.
നമ്മൾ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം എന്താണ് എന്ന് കോൺഗ്രസ് പാർട്ടി കേട്ടിട്ടില്ല. അതിനുള്ള സംവിധാനം പുറകെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ എല്ലാ ഞാൻ പറയട്ടെ ഞാൻ അധിക സമയം എടുക്കുന്നത് കൊണ്ടാണ്, കാരണം അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എൽദോസ് കുന്നപ്പള്ളി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടയാളാണ്, ജാമ്യത്തിലാണ്. മുകേഷ് കുറ്റപത്രം ചുമത്തപ്പെട്ട് ജയിൽ കിടക്കുന്നു. പക്ഷെ നോക്കൂ, ഇവരുടെ ഒന്നും കാര്യത്തിൽ അറസ്റ്റ് ചെയ്തു. മുകേഷിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ജാമ്യത്തിലാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റപത്രമുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയാണെങ്കിലും എൽദോസ് ആണെങ്കിലും അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിലാണ്. വിൻസെന്റ് MLA ജയിലിൽ കിടന്നിട്ടുണ്ട് 34 ദിവസം. വീണ്ടും അതേ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത്, 34 ദിവസം. ഇതൊന്നും ചെയ്യാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ ഒരു എന്റെ ചോദ്യം ഇതായിരുന്നു, അങ്ങനെ ഗുരുതര സ്വഭാവം കൊണ്ട് അങ്ങേക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ പാർട്ടി അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ ആരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. എൽദോസ് ചെയ്തതിനേക്കാളും ഗുരുതരമായ ഒരു തെറ്റാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്? അതിന് എന്തെങ്കിലും ഒരു പരാതി, ഫോർമലായി എന്തെങ്കിലും ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇപ്പോഴുണ്ടോ? പിന്നെ പുറത്താക്കിയത് ഒരു രേഖാമൂലമായ ഒരു പരാതി ഉണ്ടോ? പുറത്താക്കിയത് പ്രഥമ ദൃഷ്ടിയ ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട പരിശുദ്ധി, വിവേചന ബുദ്ധിയും കാണിച്ചിട്ടില്ല എന്നുള്ള പ്രഥമ ദൃഷ്ടിയുള്ള കണ്ടുപിടുത്തത്തിന്റെ പേരിൽ മാത്രമാണ്. ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലുള്ളതോടെ ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലുള്ളതുപോലെ ആരോപിതനായ ആളുടെ ഭാഗം കേൾക്കണം. അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാധകമായിരിക്കുന്നത്. ഇതിൽ ആരാണ് ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നത്? പാർട്ടിയിൽ നടപടിയെടുത്തിരുന്നു. എന്താണ് നടപടി? വീണ്ടും സീറ്റ് കൊടുത്തു. ആ കേസ് നിലവിലിരിക്കെ കോവളത്ത് വീണ്ടും സീറ്റ് കൊടുത്തു നിസാം സെയ്ദ്. ഈ 6 വർഷമായിട്ടും ആ കേസ് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതും കൂടി അരുൺ അന്വേഷിക്കണം. അത് കോടതിയാണല്ലോ തീരുമാനിക്കുന്നത്. ആ കേസ് പറയുന്നത് ചരിത്രത്തിൽ കോടതി മാത്രമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് അതിന് വേണ്ടത്ര ശുഷ്കാന്തി ഉണ്ടാകും? കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ ഒരു കേസ് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പോലീസിന്റെ ഭാഗത്ത് ശുഷ്കാന്തി ഉണ്ടായെങ്കിൽ ശുഷ്കാന്തി ഉണ്ടാകണം. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. വിൻസെന്റ് MLAയും എൽദോസ് കുന്നപ്പള്ളിയെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കിയില്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി. ഇതിൽ ആര് ചെയ്തതാണ് ഗുരുതരമായ കുറ്റം? അവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു. അവരെ രണ്ടുപേരെയും പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ ഇതാ ഫോർമലായ ഒരു പരാതിയുമില്ലെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട വിവേചന ബുദ്ധി അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നും അദ്ദേഹത്തെ ഇങ്ങനൊരു രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഒരു MLA എന്ന നിലയിൽ പാർട്ടിക്ക് അംഗമല്ലാത്ത, പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലാത്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പാലക്കാടിനുള്ള ഗുണം എന്താണ്? പാലക്കാടിനുള്ള ഗുണം അദ്ദേഹം അവിടെ MLA ആകണോ, ആയി പ്രവർത്തിക്കണോ വേണ്ടിയോ എന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിക്കണം. കോൺഗ്രസ് പാർട്ടി മാത്രം തീരുമാനിക്കാനില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുന്നു. MLA എന്നുള്ള പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഇനി അദ്ദേഹം സ്വതന്ത്രനായി അവിടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് നിയമസഭയിൽ ഈ പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ഒറ്റ കാര്യമല്ലേ ഉള്ളൂ നിസാം സെയ്ദ്, തുറന്നു പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇങ്ങനെ വന്നാൽ, അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വന്നാൽ BJPയോ അതല്ലെങ്കിൽ CPMO ജയിക്കാനുള്ള സാധ്യത അത് ഭയക്കുന്നു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗുഡ് ഫീലിംഗ് നഷ്ടപ്പെടും, ആ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ നിസാം സെയ്ദ് ഈ MLA, പാർട്ടിക്ക് വേണ്ടാത്ത MLA പാലക്കാട് കൊടുത്തിരിക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മാത്രമല്ല നടക്കുന്നത്.
ഇടതിന് വലിയ ശക്തി കേന്ദ്രമാണ്. അവിടെ സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. പാലക്കാട് കഴിയില്ല. പക്ഷേ കഴിഞ്ഞ തരംഗത്തിൽ 1000 വോട്ടിന് ജയിച്ച ഒരു സ്ഥലമാണ്. അത് ഇടതിന്റെ വലിയ ശക്തി കേന്ദ്രമൊന്നുമല്ല. എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു MLA കൊണ്ട് എന്താ ഗുണം പറയൂ. ഇനിയുള്ള 9 മാസം പാലക്കാട് മണ്ഡലത്തിലെ ആളുകൾക്ക് പാർട്ടി വേണ്ടെന്ന് വെച്ച MLA കൊണ്ട് എന്താ ഗുണം? അദ്ദേഹത്തിന് നിയമസഭയിൽ വരാൻ തടസ്സമില്ല. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ 6 മാസം അവധി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവധിക്ക് പോകണമെന്നാണ് തീരുമാനം. അവധിക്ക് പോകണമെന്നാണ് തീരുമാനം. പാർട്ടി ലെജിസ്ലേച്ചർ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനം. അല്ല, അദ്ദേഹത്തിന് നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ല, അദ്ദേഹത്തിന് ഔദ്യോഗിക ചടങ്ങുകളിൽ വരുന്നതിന് തടസ്സമില്ല, വോട്ടെടുപ്പിൽ. പക്ഷേ ഈ ചടങ്ങിലൊന്നും ആളുകൾ പങ്കെടുപ്പിക്കുന്നില്ല. അവിടെ ശാസ്ത്രമേള അവിടെ നിന്ന് മാറ്റി. ശരി നിസാം സെയ്ദ്, അങ്ങ് പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് CPM-ന്റെ ഒരു പ്രതികരണം വേണം. അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഞാനൊന്ന് കെ എസ് അരുൺകുമാറിലേക്ക് കൊണ്ടുവരാം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതാ നോക്കൂ, കേരളത്തിൽ ഇന്ന് ഇവർ ഏതെങ്കിലും ഒരു പാർട്ടി 24 മണിക്കൂറിനുള്ളിൽ ആരോപണം വന്ന ആ പാർട്ടിയുടെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊരു നേതാവിനെ നീക്കം ചെയ്തിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് ഇവർ ഏതെങ്കിലും ഒരു പാർട്ടി ആരോപണം വന്ന് 4 ദിവസത്തിനുള്ളിൽ അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരു അന്വേഷണ കമ്മീഷനും ഇല്ലാതെ, ഒരു തീവ്രതയും അളക്കാതെ, ജനങ്ങൾ പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു, സംശയാസ്പദമായ സാഹചര്യം, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. കൈയടിക്കണ്ടേ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? CPM മാതൃകാപരമായ തീരുമാനമല്ലേ കോൺഗ്രസിൻ്റെത്? ഡോക്ടർ അരുൺ, ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഇതുപോലൊരു കേസ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉണ്ടായപ്പോ നടപടി എടുത്തല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഒരു തരത്തിലുള്ള യുക്തിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കോൺഗ്രസ് ഈ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ ഈ കോൺഗ്രസ് അല്ല, ഇതുപോലൊരു ആരോപണവും ഒരു അധ്യക്ഷനെതിരെ വന്നിട്ടില്ല. ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനെതിരെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിട്ടില്ല. ആരോപണമേ വന്നിട്ടില്ല. ഓക്കെ, കറക്റ്റായോ? എന്നാൽ ഈ കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങളെ കോൺഗ്രസ് ഇന്ന് വഞ്ചിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു പറയുന്നത്? നടപടി എടുത്തില്ലേ? MLA MP രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ നടപടിയെടുത്ത് പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി എന്നതാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭരണഘടന ആർട്ടിക്കിൾ 19 ക്ലോസ് 6, അതുപ്രകാരം ആ ക്ലോസ് 6-ലെ C ഒന്ന് വായിക്കണം. ഞാൻ അങ്ങയുടെ വാട്സപ്പിലുണ്ട്. In the case of a member, his removal from membership and disqualification from membership for a specified period, provided that if any person against whom disciplinary action has been taken and punishment award is a member of any local body, legislature, parliament, or hold any other position by the virtue of his being a congressman, he may also be called upon to resign from such bodies. കോൺഗ്രസിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 6 പാരഗ്രാഫ് C കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഒരു കോൺഗ്രസ് നേതാവിനെ അതിന്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന്, കോൺഗ്രസിന്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് സ്ഥാനങ്ങൾ, നിയമസഭ, ലോകസഭയടക്കം ആ കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ആർജിച്ച എല്ലാ പൊസിഷനും റിസൈൻ ചെയ്യണം, രാജിവെക്കണമെന്ന് കോൺഗ്രസിന്റെ ഭരണഘടന പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ വിൻസെന്റിന്റെ കാര്യം, അതുപോലെ തന്നെ ഇവിടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം. അവരെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല. അവരെ KPCC അംഗത്തിൽ നിന്നും DCC അംഗത്തിൽ നിന്നുമാണ് സസ്പെൻഡ് ചെയ്യുന്നത്. ഒരു കോൺഗ്രസ്സുകാരനെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന എല്ലാ പൊസിഷനും അതിൽ നിന്ന് രാജിവെക്കണം എന്ന് കൃത്യമായി ഭരണഘടന എഴുതി വെച്ചപ്പോ, ആ ഭരണഘടന വ്യാഖ്യാനം ഇങ്ങനെ കൃത്യമായി നമ്മുടെ മുന്നിലുള്ളപ്പോ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതേ ആരോപണ വിധേയനായ വ്യാജന്റെ പ്രവൃത്തിയുമായി KPCC പ്രസിഡന്റ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എത്ര നാളത്തേക്കാണ് മിസ്റ്റർ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒരു കാലം പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ കൃത്യമായി പവർ ഓഫ് സസ്പെൻഷൻ B എന്താ പറഞ്ഞിരിക്കുന്നത്? All such case of suspension and subsequent decision thereon shall be reported to AICC office within a week from the date of such suspension and decision. But he should place the matter before the next meeting of the executive of the PCC and the proceeding should be initiated so as to dispose of a disciplinary action case within 1 month from the suspension order. അതായത് 1 മാസത്തിനുള്ളിൽ ഈ സസ്പെൻഷൻ എല്ലാം പിൻവലിക്കണം. ഇത്തരത്തിൽ ഡേറ്റ് വെച്ച് അല്ലാത്ത സസ്പെൻഷനിൽ നിന്ന് നിങ്ങളുടെ ഭരണഘടന പറയുന്നു. അതായത് ഇന്ന് ഓഗസ്റ്റ് മാസം 25 സെപ്റ്റംബർ മാസം 25 ഈ സസ്പെൻഷൻ ഇല്ലാതാകും വിത്തിൻ 1 മന്തിനുള്ളിൽ. ഇത് ആരെ കബളിപ്പിക്കാനാണ് മിസ്റ്റർ? എവിടെ
നിസാം സയ്യിദ് ഒരു നിരീക്ഷകനാണല്ലോ. നിങ്ങൾ എന്തു പറഞ്ഞാ തുടങ്ങിയത്? ഞങ്ങൾ മാതൃകാപരമായിട്ടുള്ള നടപടി, കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇല്ലാത്ത ഒരു സാഹചര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. 2 നടപടി. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞേ? മുകേഷുമായിട്ട് താരതമ്യപ്പെടുത്തി. ഞാനൊന്ന് ചോദിക്കട്ടെ, മുകേഷുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ക്വാളിഫൈഡ് ഡോക്ടറുടെ സേവനമില്ലാതെ നിയമവിരുദ്ധമായ അബോർഷൻ നടത്തണം എന്ന് ഇരയെ നിരന്തരം പ്രേരിപ്പിക്കുന്ന ആരോപണം മുകേഷിനെതിരെ ഉണ്ടായിരുന്നോ? അതുപോലെ കൊല്ലാൻ എനിക്കൊരു നിമിഷം മതി എന്ന് കൃത്യമായി നിരവധി തവണ പറയുന്ന ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നോ? കുഞ്ഞിനെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി പോകുമെന്ന് പറഞ്ഞ് കരയുന്ന സാഹചര്യം ശ്രീ മുകേഷിനെതിരെ ഉണ്ടായിരുന്നോ? അതുപോലെ കോണ്ടമില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് നിരന്തരം ഫോണിലൂടെ ആവശ്യപ്പെടുന്ന സാഹചര്യം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നോ? നെഞ്ചുരുകി തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ആ പെൺകുട്ടി ആശങ്ക രേഖപ്പെടുത്തുമ്പോ നിനക്കില്ലാത്ത ടെൻഷൻ എനിക്കെന്തിനാ, അപ്പോ നീ തന്നെ മാനേജ് ചെയ്യ്, സോ ക്വിറ്റ് എന്ന് പറയുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു നേതാവിന് ഇതിനു മുമ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഉണ്ടായിരുന്നു കെ എസ് അരുൺകുമാർ. മുകേഷിന്റെ കാര്യത്തിൽ അന്നത്തെ ഒരു ചലച്ചിത്ര താരത്തോട് എനിക്ക് പറയാൻ പറ്റില്ല ആ വാചകം ഇങ്ങനെ നടന്നോ എന്ന്, ബാക്കി പ്രേക്ഷകർ വായിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞൊരു വാചകം നമ്മുടെ മുന്നിലുണ്ട്. ആ നടി തന്നെ പറഞ്ഞു. അതായത് BNSന്റെ സെക്ഷൻ 75 പ്രകാരം തനിക്ക് നിരന്തരം ലൈംഗിക ബന്ധം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പിന്നാലെ നടന്നു എന്നതായിരുന്നു ഉയർന്ന ആരോപണം. അല്ല, അത് 4 കേസുകളിൽ പ്രതിയായിട്ട് ഇപ്പോൾ അവർ തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഈ 2 കേസും 2 കേസ് തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങളാണ്. നിരവധി ആരോപണങ്ങൾ ഓരോ ദിവസവും കൃത്യമായ തെളിവുകളോടെ, ആരോപണങ്ങളല്ല തെളിവുകളോടെ പുറത്തു വരുന്ന സാഹചര്യമില്ല. ആ സാഹചര്യം വെച്ച് ഇപ്പൊ താരതമ്യപ്പെടുത്തുകയാണ്. വിൻസെന്റിന്റെ കേസിൽ ഇവർ ചെയ്തില്ല, അതുപോലെ കുന്നപ്പള്ളിയുടെ കേസിൽ ചെയ്തില്ല, മറ്റൊരു കേസിലും ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എങ്ങനെ നടപടിയെടുത്തു? വളരെ വാലിഡ് ആയ ഒരു പോയിന്റാണ് നിസാം സയ്യിദ്. അത് വളരെ സാങ്കേതിക ബുദ്ധിയുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതിനകത്ത് വളരെ തന്ത്രപരമായി ഈ ആളുകളെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനും ആ ഭരണഘടന കണ്ടു, ആ ഭരണഘടനയിലെ പ്രൊവിഷൻസ് വായിച്ചു. നിസാം സയ്യിദിനും അത് ഓർമ്മയുണ്ടാവും. നിസാം സയ്യിദ്, ഈ അരുൺ പറഞ്ഞ ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിസാം സയ്യിദിനോടുള്ള എൻ്റെ ചോദ്യം, എത്ര നാളത്തേക്കാണ് സസ്പെൻഷൻ? എത്ര നാളത്തേക്കാണ് സസ്പെൻഷൻ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. 6 മാസത്തേക്കെന്നാണ് ഇപ്പൊ ഞാൻ പ്രാഥമികമായി അറിയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 മാസത്തിനുള്ളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയണം. 6 മാസത്തിനുള്ളിൽ ഫിക്സഡ് പീരീഡ് പറഞ്ഞിട്ടില്ല. ഞാൻ അന്വേഷിച്ചതിൽ നിന്നും അങ്ങനെ 6 മാസം ഇല്ല, ഉത്തരവിൽ അങ്ങനെയില്ല. നമ്മൾ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുമായിരിക്കും. അത് KPCC അല്ല. ഈ പ്രഖ്യാപനം വന്ന് രാഹുൽ അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ നിശ്ചിത പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒറ്റ മാസം, അപ്പൊ സസ്പെൻഷൻ ഒറ്റ മാസത്തേക്കാണ്. അത് സ്വാഭാവികമായും കോൺഗ്രസ് ഭരണഘടന അനുസരിച്ചുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് KPCC എക്സിക്യൂട്ടീവ് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്കുള്ള സസ്പെൻഷൻ ആണോ ഈ പറയുന്ന മാതൃകാപരമായിട്ടുള്ള നടപടി എന്നുള്ളതല്ല. ഒരു മാസത്തിനകം ഭരണഘടന അനുസരിച്ചുള്ള ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ്. ടൈം തീരുമാനിക്കണം എന്ന് വാശി പിടിക്കാൻ ഈ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ കമ്മീഷൻ ഇല്ല, മറ്റു നടപടികളില്ല. ഒരു മാസത്തിനകം എന്ത് നടപടി ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ ഞാനും അരുൺകുമാറും ആരാണ്? ഒരു മാസത്തിനകം എന്തൊക്കെ നടപടികൾ ഉണ്ടാകും? അല്ല, അതുണ്ടാവില്ല എന്ന് എന്ത് ഉറപ്പിലാണ് അരുൺ പറയുന്നത്? KPCC പ്രസിഡന്റ് പറഞ്ഞു അന്വേഷണമില്ല. അന്വേഷണം KPCC പ്രസിഡന്റ് അന്വേഷണം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അന്വേഷണം ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സമിതി ഉണ്ടാക്കി അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ്. അന്വേഷണം ഇല്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക് KPCC എത്തിയതായിട്ട് എനിക്കറിയില്ല. അന്വേഷണം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല, അന്വേഷണം ഇല്ല എന്നതാണ് നമ്മൾ ലഭിക്കുന്ന വിവരം. നിസാം സയ്യിദ്, അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം പൊളിഞ്ഞു പോകും. അതായത് നിലവിൽ മാതൃകാപരമായ തീരുമാനമാണെങ്കിൽ അത് ചുരുങ്ങിയത് 6 മാസത്തേക്കെങ്കിലും വേണം. ഇവിടെ ഇത് 1 മാസത്തേക്ക് കണ്ണിൽ പൊടിയിടാനുള്ള, മുഖം രക്ഷിക്കാനുള്ള തന്ത്രമായി മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ നടപടി പറഞ്ഞതിലൂടെ തന്നെ പറ്റിച്ചിട്ടുണ്ട് ജനങ്ങളെ. ഈ ഒരു മാസത്തിനകം മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്ന് അരുൺ എന്തുകൊണ്ട് തീരുമാനിക്കുന്നു? അത് തീരുമാനിക്കാൻ സൂചനകൾ KPCC കോൺഗ്രസ് അല്ലേ? അത് കോൺഗ്രസ് അല്ലേ?
അല്ല അത് ഒരു മാസത്തിനകം കോൺഗ്രസ് എന്ത് തീരുമാനിക്കും, കോൺഗ്രസ് തീരുമാനിക്കില്ല എന്ന് വിധി എഴുതാനുള്ള എന്ത് അവകാശമാണ് അരുൺകുമാറിനും KS അരുൺകുമാറിനും ഉള്ളത്? ശരി, അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ശരി, ഞാനൊരു ഇടവേളയെടുത്ത് തിരിച്ചു വരാം. BJP പ്രതിനിധിയുണ്ട് TP ബാഗ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്യപ്പെട്ട, സസ്പെൻഡ് ചെയ്യപ്പെട്ട, ആ രീതിയിൽ രാഷ്ട്രീയമായി നിർവീര്യമാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആയി നിലനിർത്തുന്നത് ആർക്കു വേണ്ടി എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, അഭിഭാഷക അഡ്വക്കേറ്റ് ഷാനിബാലി എന്നിവരാണ് നമ്മുടെ ഒപ്പമുള്ളത്. ഞാൻ BJP പ്രതിനിധിയിലേക്ക്. അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, ബ്രിജിത് ഭൂഷൺ രാജിവെച്ചോ? ബ്രിജിത് ഭൂഷണെതിരെ നടപടി ഉണ്ടാവുന്നത് ഏത് ഘട്ടത്തിലാണ്? പോക്സോ കേസ് അടക്കം ചുമത്തിയിരുന്നില്ലേ? ഇന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ പ്രധാനപ്പെട്ട സമിതികളിൽ ഇരിക്കുന്ന ഒരാൾ പോക്സോ കേസിലെ പ്രതിയല്ലേ? ഒരു സംസ്ഥാനത്തിന് മുൻ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? ഉന്നാവോ കേസിലെ പ്രതി BJP ആയിരുന്നില്ലേ? ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിച്ചില്ലേ? ഇതൊന്നും കോൺഗ്രസിൽ സംഭവിച്ചില്ലല്ലോ. 24 മണിക്കൂറിനുള്ളിൽ പാർട്ടി യുവജന സംഘടനയുടെ തലപ്പത്ത് നിന്ന് മാറ്റി. 4-ാം ദിവസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതിനേക്കാൾ എങ്ങനെയാണ് ഒരു പാർട്ടി സ്ത്രീ സൗഹൃദമാണെന്ന് തെളിയിക്കേണ്ടത്? അഡ്വക്കേറ്റ് TP സിന്ധുമോൾ. അതിഗംഭീരമായ സൗഹൃദമാണ് അരുൺ. ഞാൻ പറയാം, ബ്രിജ്ഭൂഷൻ്റെ ഉൾപ്പെടെയുള്ള കേസുകൾ സബ്ജുഡീസാണ്, മാറ്റർ സബ്ജുഡീസാണ്. ഞാൻ പറയാതെ അരുണിന് അറിയാമല്ലോ. പോക്സോ കേസ് അത് ക്ലോഷർ റിപ്പോർട്ട് വന്ന കേസാണ്. ഈ കഴിഞ്ഞ ജൂലൈയും ഓഗസ്റ്റും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളും അദ്ദേഹം കേസുകൾ തള്ളണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജികളുമൊക്കെ കോടതിയിൽ വന്നിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ മുന്നിലുണ്ട്. പിന്നെ ഇപ്പോൾ ബ്രിജ്ഭൂഷൺ MP അല്ല. 2024 ലോക്സഭ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല, അദ്ദേഹം MP-യുമല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ ഒരു നിരീക്ഷകൻ്റെ ശബ്ദമാണ് ആദ്യം കേട്ടത്. അരുൺ അവതരിപ്പിച്ചത് നിരീക്ഷകൻ എന്നാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് നിരീക്ഷകൻ, കോൺഗ്രസിന് വേണ്ടി മാത്രം നിരീക്ഷണം നടത്തുന്ന ആളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ നിരീക്ഷകൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ആ നിരീക്ഷകൻ പറഞ്ഞത് ഇത്രയൊക്കെ മതി. ഇനി രാഹുൽ ഇനി വരുന്ന ഒരു 6 മാസം കൊണ്ട് അദ്ദേഹം ശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പൊതുസമൂഹത്തിൽ വരും. അദ്ദേഹത്തിനെതിരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് സ്വാന്തനപ്പെടുത്തി മെച്ചപ്പെടുത്തിയൊക്കെ കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് ഈ നിരീക്ഷകൻ നടത്തിയത്. അരുൺ, എൻ്റെ പക്ഷം എന്താണ്? ഈ വിഷയത്തിൽ ഞാൻ ശബ്ദിക്കാനുണ്ടായത്, നിരവധി കേസുകൾ രാഹുലിൻ്റെ എതിരെ വന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA-യുടെ എതിരെ നിരവധി കേസുകൾ 1, 2, 3 എന്ന് അക്കമിട്ട് വന്നു. ഇവിടെ അഡ്വക്കേറ്റ് അരുൺ സൂചിപ്പിച്ചു, കോൺഗ്രസിൻ്റെ നിയമാവലിയൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ അതിലേക്ക് ഇനി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയധികം പരാതികൾ വന്നു. അതിൽ ഒരു പരാതി മാത്രം ഞാൻ അരുൺ ചൂണ്ടിക്കാട്ടുന്നു. ഒരു പരാതി, അതായത് ഇര വന്ന് പരാതി നൽകിയിട്ടില്ല എന്നാണ് ശ്രീമാൻ സണ്ണി ജോസഫ് പറഞ്ഞത്. ഇന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അംഗത്വം കൂടി ഒഴിവാക്കിക്കൊണ്ട് രാഹുലിനെ പാർട്ടിയിൽ ആളല്ലാതാക്കി മാറ്റിയപ്പോഴും അദ്ദേഹം പറയുന്ന ന്യായീകരണം എന്താണ്? ഇര വന്ന് പരാതി നൽകിയിട്ടില്ല. അവിടെ എനിക്ക് അഡ്വക്കേറ്റ് KS അരുണിനോടും ചോദിക്കാനുണ്ട്. കാരണം ഇത്തരം കേസുകളിൽ പബ്ലിക് ഡൊമൈനിൽ വന്ന കേസിൽ ഒരു വിഷയത്തിൽ സ്വാഭാവികമായിട്ടും പോലീസിന് FIR ഇടാം. അരുണിന് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ ഭരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയനോ CPM-ഓ അത്തരത്തിലൊരു നടപടികളിലേക്ക് പോകാത്തത്? എൻ്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങളോടാണ്. കാരണം ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് CPM-ഉം കോൺഗ്രസും തമ്മിൽ എന്തോ ഒരു കൂട്ടുകെട്ട് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പൊതുജനത്തിന് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ വെളിവാക്കുന്നത്. മറ്റൊന്ന്, നിരീക്ഷകനിലേക്ക് വന്നാൽ ഞാൻ സൂചിപ്പിച്ച ഒരു കേസ്, ആ ഒരു കേസിൽ ആ പെൺകുട്ടിയുടെ ശബ്ദം, ഇവിടെ റിപ്പോർട്ടർ ചാനലിലാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളാണ് ആ ക്ലിപ്പ് പുറത്തുവിട്ടത്. ആ പെൺകുട്ടി അത് വ്യാജ ശബ്ദമാണെങ്കിൽ, വ്യാജ ഓഡിയോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അരുണെ, നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയാണ് പ്രശ്നത്തിൽപ്പെടാൻ പോകുന്നത്. ഞാൻ പറയാതെ അറിയാമല്ലോ. അപ്പം അങ്ങനെ ബാലിശമായ ഒരു സംഗതി നിങ്ങൾ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടും അത് ആരാണ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ പെൺകുട്ടി പക്ഷേ ഭയം കൊണ്ട് പുറത്തു വന്നിട്ടില്ല. ഈ ഭയക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മൾ നോക്കൂ, അടൂർ പ്രകാശും VD സതീശനും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പൊതിഞ്ഞു പിടിക്കുക. ഇവിടെ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഭയം വരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇവിടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്, അതിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ
ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി എങ്ങനെ ധൈര്യമായി മുന്നോട്ട് വരും? എൻ്റെ അടുത്ത ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ ആ പെൺകുട്ടിയോട് ചെയ്ത പ്രശ്നം മാത്രമാണ് എന്നെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനും സംസാരിപ്പിക്കാനും പ്രേരിപ്പിച്ചത് അരുൺ. ആ പെൺകുട്ടി പറയുന്ന ശബ്ദരേഖ നിങ്ങൾ തന്നെയല്ലേ പുറത്തുവിട്ടത്? എന്നെ ഒരു വസ്തുവായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു കോൺഗ്രസിന്റെ ഒരു യൂത്ത് നേതാവിന് ചേർന്ന രീതിയിലാണോ അദ്ദേഹം ആ പെൺകുട്ടിയോട് പെരുമാറിയിട്ടുള്ളത്? ഉപേക്ഷിക്കുക ഒന്നല്ല, പലരെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു സംസ്കാരം കോൺഗ്രസിന്റെ ഉള്ളിൽ പലർക്കും ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണ്ട എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നത്. കാരണം രാഹുലിന്റെ കയ്യിൽ ഒരുപാട് ഡേറ്റാസ് ഉണ്ടാവും എന്ന് ഞാൻ മാത്രമല്ല, ഇവിടെ ഉപ്പുകൂട്ടി ഊണ് കഴിക്കുന്ന എല്ലാവർക്കും ആ സംശയം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആരോപണം മറ്റൊന്നരുൺ നോക്കൂ, ഇവിടെ ഈ കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന്, MLA സ്ഥാനം രാജിവെക്കണമെന്ന്. അവരുടെ ആരുടെയെങ്കിലും വാക്കിന് ഈ KPCC നേതൃത്വമോ കോൺഗ്രസോ VD സതീശനോ സണ്ണി ജോസഫോ ആരെങ്കിലും ഒരല്പമെങ്കിലും മര്യാദ കൊടുത്തിട്ടുണ്ടോ? ഇവരെ താര, ടോജോ, അലക്സ്, എനിക്കറിയില്ല അവരുടെ കോൺഗ്രസിൽ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയില്ല. അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അരുണിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ ഉത്തരവാദിത്തം എനിക്കറിയില്ല. അതുപോലെ ശ്രീമതി ഉമാ തോമസ് എൻ്റെ മണ്ഡലത്തിന്റെ MLA ആണ്. ആ ഉമാ തോമസിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എത്രയാണ്? സൈബർ അറ്റാക്കുകൾ. ബിന്ദു കൃഷ്ണ എന്താണ് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം. ഏതെങ്കിലും വനിതാ നേതാവ് കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം തൽക്കാലം സസ്പെൻഷനിൽ നിന്നാൽ മതി, പിന്നീട് നോക്കാമെന്ന് പറഞ്ഞോ? അപ്പോൾ സ്ത്രീകളുടെ എല്ലാം വികാരം എന്താണ്? അവരൊന്നിച്ചു പറയുന്നത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തെ ആർക്കു വേണ്ടിയിട്ടാണ് MLA ആയിട്ട് ഇവിടെ സ്ഥിരപ്രതിഷ്ഠ കൊടുത്തിട്ടുള്ളത്? ഇവിടെ കോൺഗ്രസിന് വേണ്ടാത്ത ഒരു നേതാവായില്ലേ? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത ഒരു നേതാവായി വലിച്ചിഴക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം, അല്ലെങ്കിൽ തള്ളിപ്പറയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജനങ്ങൾക്ക് സ്വീകാര്യനാണെന്ന് ആരാ പറയുന്നത്? കോൺഗ്രസ്സുകാരോ? ഈ കോൺഗ്രസ് ഭയക്കുന്നത് എവിടെയാണ്? ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും കയ്യിൽ ഈ നേതാക്കന്മാർക്കൊക്കെ എതിരെയുള്ള എന്തെങ്കിലുമൊക്കെ ആപത്കരമായ അസ്ത്രങ്ങൾ ഉണ്ടാകും അരുൺകുമാർ. അത് ഭയന്നിട്ടാണ് അവർ ഈ ഒത്തുതീർപ്പിലേക്ക് നീക്കുമോ? ഇപ്പൊ എന്റെ ചോദ്യം ടി പി സിന്ധുമോൾ സെൻട്രൽ പാർലമെന്ററി ബോർഡിൽ ഇരിക്കുന്ന ഒരു അംഗമല്ലേ നമ്മുടെ BS യെദ്യൂരപ്പ? ആ BS യെദ്യൂരപ്പയ്ക്ക് നേരെയല്ലേ പോക്സോ കേസ് അടക്കമുള്ള ചാർജുകൾ ഉള്ളത്? പാർട്ടിയിൽ നിന്ന് നീക്കിയോ? നിങ്ങൾ പാർട്ടിയിൽ നിന്ന് നീക്കിയില്ലെന്ന് മാത്രമല്ല, സെൻട്രൽ പാർലമെന്ററി ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടുവച്ചു. കേസ് വന്നോട്ടെ. 11 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ സഹായം ചോദിച്ചു വന്ന പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണല്ലോ. 11 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ പറയാമെന്ന പെൺകുട്ടി എന്നാണ്. ആയിക്കോട്ടെ, അതിന്റെ കാര്യങ്ങൾ ഞാൻ പ്രണയത്തിലായിരുന്ന ഒരു കുട്ടി ഗർഭിണിയായപ്പോ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും മറ്റു പെൺകുട്ടികൾക്ക് അദ്ദേഹം അനുചിതമായ മെസ്സേജുകൾ അയക്കുന്നതും ഒക്കെയാണ് വിഷയം. ഇവിടെ പോക്സോ കേസിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയത്തിൽപ്പെട്ട ഒരു നേതാവിനെ നിങ്ങൾ സെൻട്രൽ പാർലമെന്ററി ബോർഡിലേക്ക് തീരുമാനിച്ചിരിക്കുക യെദ്യൂരപ്പ. അതും ആ സമയത്ത് അദ്ദേഹം നേരിടേണ്ട കാര്യങ്ങളെല്ലാം പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ നേരിട്ടു. അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ ആ കേസ് കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. കോടതിയിലേക്ക് അല്ല, അവിടെയാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അരുൺ. ഇവിടെ ആ കോടതിയിലേക്ക് പോലും കേസ് എത്തിക്കാതെ ഇരയെ ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞ്, എന്തുകൊണ്ടാണ് ആദ്യ സമയത്ത് നമ്മൾ കേട്ടല്ലോ ഈ കുട്ടിയെ സംബന്ധിച്ച് വെളിയിൽ വന്ന വാർത്ത എന്താ? പലരും ഇടപെട്ട് ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ. അതിന് പുറകെയാണല്ലോ മറ്റു പലരും പരാതികളുമായിട്ട് രംഗത്ത് വന്നത്. ഒരു ആരോപണമല്ല അരുൺ, അത് ശരിയാണ്. ഒന്നിലധികം ആരോപണങ്ങളുണ്ട്, ഗുരുതരമായ ആരോപണങ്ങളുണ്ട് എന്ന് ടി പി സിന്ധുമോൾ പറഞ്ഞത് ശരിയാണ്. മറുപടി നിസ്സാമാണ് പറയേണ്ടത്. അങ്ങ് അവസാനിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഷാൻബിയിലേക്ക് പോകണം. ടി പി സിന്ധുമോൾ, ഞാൻ പറഞ്ഞു നിർത്താം അരുൺ. പല ആരോപണങ്ങൾ വന്നിട്ടും
അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് ഇതാണ്. ഒന്ന്, CPM-ന്, ആഭ്യന്തര വകുപ്പിന്, പോലീസിന് പബ്ലിക് ഡൊമൈനിൽ വന്ന ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു FIR ഇടാൻ സാധിക്കുന്നില്ല എന്നുള്ള എൻ്റെ ചോദ്യം അഡ്വക്കേറ്റ് അരുൺകുമാറിനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടുമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് സന്ധികൾ, കാരണം ഇന്ത്യ സഖ്യത്തിലാണ് രണ്ടുപേരും, അതെന്തെങ്കിലും ഉണ്ടോ? ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ്സുകാർക്ക് വേണ്ടെങ്കിൽ പാലക്കാട്ടുകാർക്ക് വേണമെന്ന് ആരാണ് പറഞ്ഞത്? സണ്ണി ജോസഫ് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കുമോ? ആർക്കും വേണ്ട. 3, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് പൊട്ടിപ്പാളീസാകുമെന്നറിയാം MLA സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ തന്ത്രപരമായി അവർ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ ഒളിച്ചും പാത്തും കൊണ്ടുപോകാൻ നോക്കിയ. അതിനിടയിൽ ഒരു യുവാവാണ്, യുവ കോമളനാണ്, യുവ MLA ആണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് പതുക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ അകത്തുനിന്നും വേണ്ടെന്ന് പറഞ്ഞവരും പുറത്തുനിന്നും വേണ്ടെന്ന് പറഞ്ഞവരും ഒരുപോലെ പറയുന്നു. ഒരു MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് നിന്നല്ല, ഇവിടെ പറയുന്നത് പാലക്കാട് ഞങ്ങൾ മത്സരിപ്പിക്കില്ലെന്നാ. കേരളത്തിൽ എങ്ങും മത്സരിപ്പിക്കില്ല എന്ന് പറയണം കോൺഗ്രസ്. അടുത്ത ടൈമിൽ കേരളത്തിലെങ്ങും ഇത് തെളിഞ്ഞ് സംശുദ്ധമായ കൈകളുമായി രാഹുൽ വരുന്നത് വരെ പാലക്കാട് എന്നല്ല, ഇവിടെ 140 നിയോജക മണ്ഡലങ്ങളിലെങ്ങും രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കില്ല എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ? പക്ഷെ അത് പറയാനുള്ള ഒരു ധാർമ്മികത BJPക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. നേരത്തെ കൈസർഗഞ്ചില് ബ്രിജ്ഭൂഷന്റെ കാര്യം പറഞ്ഞു TP സിന്ധുപോൾ. അവിടെ ബ്രിജ്ഭൂഷൺ സിംഗിനെ മത്സരിപ്പിച്ചില്ല, ശരിയാണ്. പക്ഷെ അവിടെ മത്സരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൻ കരൺഭൂഷൺ യാദവിനെയാണ്. കരൺഭൂഷൺ യാദവിനെയാണ്, മകനെയാണ് മത്സരിപ്പിച്ചത്. മകൻ ഈ കേസിൽ, മകൻ പീഡന കേസിലുണ്ടോ? അല്ല, അച്ഛനകത്ത് പോകുന്ന പറഞ്ഞപ്പോ മകനെ മത്സരിപ്പിച്ചു, അത്രേ ഉള്ളൂ. സഹോദരങ്ങളെ കൊണ്ടുവന്നോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ലെന്ന്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ നമ്മുടെ അറിവിൽ മക്കളില്ലാത്തത് കൊണ്ട് അതിന് സാധ്യതയില്ല. ഞങ്ങൾ ആ MLA-ക്കെതിരാണ് പറയുന്നത്. ഞങ്ങളിത് MLA-ക്കെതിരെ, ആ വ്യക്തിക്കെതിരെയാണ്. ആ വ്യക്തി നൈതികമായി കാണിക്കേണ്ട ധാർമ്മികത ഒരച്ചടക്കമില്ല, സദാചാരമില്ല എന്നുള്ളത് വലിയ പ്രശ്നമുണ്ട്. അതവിടെ കിടക്കുന്നു. താങ്ക് യു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, നിസാം സെയ്ദ് രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് TP സിന്ധുപോൾ BJP പ്രതിനിധി, അഡ്വക്കേറ്റ് ഷാനിബ് അഭിഭാഷക എന്നിവരാണ് നമുക്കൊപ്പം. അഡ്വക്കേറ്റ് ഷാനിബ്, ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, കേസെടുത്തിട്ടില്ലല്ലോ, ഒരു FIR പോലും ഇട്ടിട്ടില്ലല്ലോ, ആരോപണങ്ങൾ മാത്രമായി നിൽക്കുകയല്ലേ എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒരു പെൺകുട്ടി വന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി ഈ നിമിഷം വരെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ലൈഡ് ഷെയ്മിംഗ് ഉണ്ട് പല നേതാക്കൾക്കൊപ്പം. അതിലൊരു ഉത്തരവാദിത്തപ്പെട്ട MP തന്നെ വന്ന അല്പവസ്ത്രധാരി എന്നും മറ്റു മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെന്നും ഒക്കെ ആക്ഷേപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇരകൾ അല്ലെങ്കിൽ അതിജീവിതമാർ പുറത്തു വന്ന് പറയാൻ ഭയക്കുന്നൊരു കാലത്ത് FIR ഇടാത്ത പക്ഷം ഇതുപോലെയുള്ള പൊതുപ്രവർത്തകർ ഇങ്ങനെ നടന്നു പോവും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഡ്വക്കേറ്റ് ഷാനിബ്. ഇരകൾക്ക് കൃത്യമായിട്ട് അവർക്കെതിരെയുള്ള പ്രശ്നം, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൃത്യമായിട്ട് ഒരാൾ ഇത് പറയുമ്പോൾ, ഒരു സ്ത്രീ വന്ന് എനിക്കിത് നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ തുണിയുടെ അളവെടുക്കാനും ആ സ്ത്രീ എന്തുകൊണ്ട് ആ സമയത്ത് അയാളോട് സംസാരിച്ചു എന്ന് പറയാനും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ പോലും ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയോ അരുൺ? ഇപ്പം നമ്മൾ ഇത്രയും 3 പേര് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, 4 പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഞാനടക്കം 3 പേര് അഭിഭാഷകരാണ്. അപ്പം നമ്മൾ ഈ മോണാക്ട് ഒക്കെ കാണില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതായത് ഒരു മോണാക്ടിൽ ഒരാൾ ഒരു സൈഡിൽ നിന്ന് അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറയും, അതേ ആൾ അപ്പുറത്ത് പോയിട്ട് നിന്നെ ഞാൻ കൊല്ലുവേടാന്ന് ആക്രോശിക്കും. ഇതേ കാര്യം നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ പാർട്ടി അവരുടെ പാർട്ടിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ആദ്യം പറയാനുള്ളത് മാറ്റർ സബ് ജുഡൈസ് അല്ലേ, കോടതിയിൽ പെൻഡിങ് അല്ലേ, കോടതി തീരുമാനിക്കട്ടെ. കേവലം ഒരു ആരോപണത്തിനെ പറ്റി പറയുമ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത്? അയ്യോ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ രാജിവെച്ചിരിക്കണം. എന്താണിത്? ഈ പറയുന്ന ആൾക്കാർക്ക് ലവലേശം ബോധമില്ലായിട്ടാണോ, അതോ അവരിത് മനഃപൂർവ്വം വിഴുങ്ങുന്നതാണോ? എന്താ പറയുക, അവരത് പറയാനുള്ള ആ ഒരു ബോധം കാണിക്കാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാനും BJPയുടെ പ്രതിനിധി, അദ്ദേഹവും ഒരു വക്കീലാണ്, അവരും പറയുന്നുണ്ടായി ഉമാ തോമസ് പ്രതികരിച്ചില്ല എന്ന്. അതേസമയം അടുത്ത മൊമെന്റിൽ അരുൺ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ എന്ന് പറയുമ്പോൾ, അല്ല അത് കോടതിയിൽ പെൻഡിങ് അല്ലേ എന്ന്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്ന കാർഡുണ്ട്, കോടതിയിൽ പെൻഡിങ് ആണെന്ന് പറയുന്ന കാർഡുണ്ട്. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ വരുമ്പോൾ മാത്രം ഈ കാർഡുകളെല്ലാം കൃത്യമായിട്ട് ഇറങ്ങും. അല്ലല്ല, അത് കറക്റ്റ് ചെയ്ത് പോണേ. ഉമാ തോമസ് പ്രതികരിച്ചിട്ട് അവർക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഉമാ തോമസ് പ്രതികരിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശരി മാഡം, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ ഇത് ചെയ്തപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം?
ഇത്രയും അലിഗേഷൻ ഉണ്ട്. ഇപ്പോഴും അലിഗേഷൻ മാത്രമാണല്ലോ. ഞാൻ ഒരിക്കലും എന്റെ രാഹുലിനെ ഞാൻ ന്യായീകരിക്കില്ല. അങ്ങോട്ടൊന്ന് അയാൾ ചെയ്തത് പറയട്ടെ. ഈ പറഞ്ഞ പോലെ ഏതൊരു അല്ല, മനുഷ്യനെയും പോലെ ഞാൻ അതിൽ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആണ്. അല്ലല്ല, അത് മനസ്സിലായി, ന്യായീകരിക്കുന്നില്ല. അല്ല, ന്യായീകരിക്കുകയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, BJP-യിലായാലും ഏത് പാർട്ടിയിലായാലും അങ്ങനെ ഒരു കാര്യം തെളിഞ്ഞാൽ അത് BJP-ക്ക് ഉള്ളിലുള്ള ഒരാളായാലും ഞാൻ തള്ളിപ്പറയും, പാർട്ടി തള്ളിപ്പറയും, 100% ഉറപ്പ്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? അല്ല, ഷാനിബ ഒരു പാർട്ടിയുടെയും പ്രതിനിധിയല്ല. ഷാനിബ ഒരു അഭിഭാഷക എന്ന നിലയിൽ സ്ത്രീപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് ഷാനിബ, ഇവിടെ നോക്കൂ, ഗുരുതരമായ വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഗർഭഛിദ്രം അടക്കമുള്ള വിഷയങ്ങൾക്ക് പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ നിർബന്ധിക്കുകയും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ശബ്ദരേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് അല്ലേ? നേരത്തെ TP സിന്ധുമോളൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേരള പോലീസിന് കേസ് എടുത്തുകൂടെ എന്നുള്ളതാണ് ചോദ്യം. എത്രയെത്ര വകുപ്പുകൾ, BNS 89, ഗർഭഛിദ്രം 79, മാന്യതയെ കളങ്കപ്പെടുത്തുന്നത്, വിവാഹ വാഗ്ദാനം നൽകി ഭീഷണിപ്പെടുത്തുന്നത്, BNS 69, സെക്ഷൻ 28 തെറ്റിദ്ധാരണയുള്ള കൺസെന്റ് വാങ്ങുന്നത്, ഇങ്ങനെ ഒടക്കം കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഉണ്ട്. ഇതിനൊന്നും വിക്ടിമിനെ വെയിറ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഈ പറഞ്ഞ കാര്യം കേട്ട ആർക്ക് വേണമെങ്കിലും ഇതിൽ ഒഫൻസ്, ഇതിന്റെ പുറത്തൊരു ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ വിക്ടിമിനെ വെയിറ്റ് ചെയ്യുന്നത്? പക്ഷെ അതിൽ പ്രശ്നം വരാനുള്ള ഒരേ ഒരു സാധ്യത നാളെ വിക്ടിം ഇത് മാറ്റി പറഞ്ഞാൽ എന്നുള്ളതായിരിക്കാം. പക്ഷെ അപ്പോഴും നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് വിക്ടിം? പല കേസുകളും നമ്മൾ കാണുന്നുണ്ട്, കേസ് കൊടുക്കുന്നു, കുറച്ചു കാലം കഴിയുമ്പോൾ അത് സെറ്റിൽ ആവുന്നു. എന്താണ് ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്? വിക്ടിം മൊഴി മാറ്റി പറയുന്നതാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയാണ് അയാൾ ഇരിക്കുന്ന MLA എന്ന് പറയുന്ന സ്ഥാനം പ്രശ്നമായി വരുന്നത്. അതായത് MLA സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും, അതായത് ഒരു മാസത്തോടു കൂടി എല്ലാവരുടെയും ഇതിലുള്ള പ്രബുദ്ധത, എല്ലാവരുടെയും ഇതിലുള്ള അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടും. പുതിയ വാർത്തകളുടെ പിന്നാലെ ആൾക്കാർ പോകും. പിന്നെ ഇത് സെറ്റിലായോ, ഇത് തേഞ്ഞു മാഞ്ഞു പോയോ എന്നൊന്നും ആരും അറിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇരിക്കുന്ന ആളുടെ ആ ഇരിക്കുന്ന പൊസിഷൻ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അയാൾ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു മറുപടി വേണ്ടത്. എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണം എന്ന് ചോദിച്ചാൽ, നിലവിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇനിയും പരാതിയായിട്ട് പോലും വന്നിട്ടില്ലാത്ത ഈ കേസിൽ ഈ പെൺകുട്ടിയെ വീണ്ടും സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകളില്ലേ? വീണ്ടും ഇരകൾ പുറത്തു വരുന്നത് തടയാൻ ഇവർക്ക് സാധിക്കില്ലേ? നേരത്തെ ഒരു പെൺകുട്ടി പറഞ്ഞത് 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പരാതി പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടും ഐ ഡോണ്ട് കെയർ എന്ന ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവർക്ക് എന്നുള്ളതാണ്. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ഇതേപോലൊരു MLA സ്ഥാനത്ത് നിർത്തുന്നത് ഈ കേസുകളൊക്കെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. നിസാം, കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാവുന്നത്, ഒരു പരാതിയുള്ള പെൺകുട്ടി മുൻപോട്ട് വന്നാൽ ആ പരാതിയുള്ള പെൺകുട്ടിക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടാവില്ല എന്നുള്ള സന്ദേശമാണ് ഇന്ന് രാഹുലിനെ പുറത്താക്കിയതോടെ കോൺഗ്രസ് പാർട്ടി നൽകിയിരിക്കുന്നത്. ആ പെൺകുട്ടിക്കെതിരെ ഉയർന്ന സൈബർ ധൈര്യമായിട്ട് കടന്നു വരാം. കോൺഗ്രസ് പാർട്ടി ഒരു വിധത്തിലും അല്ല, കോൺഗ്രസിൽ വ്യത്യസ്തമായ സ്വരങ്ങളുണ്ടാവും. കോൺഗ്രസിൽ വ്യത്യസ്തമായ സ്വരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം പരസ്യമായി പറയാൻ സ്വാതന്ത്ര്യം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു സൗന്ദര്യം അതാണ്. എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. നമുക്കറിയാം, മുകേഷിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഇന്നത്തെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ പറഞ്ഞത്, PK ശ്രീമതി പറഞ്ഞത്, ബഹുമാനപ്പെട്ട KK ശൈലജ ടീച്ചർ പറഞ്ഞത്, എൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കാണിക്കാം. അവരൊക്കെ എന്ത് സ്വതന്ത്രമായിട്ട് എന്ത് അഭിപ്രായം പറഞ്ഞത്. പക്ഷെ അതല്ല കോൺഗ്രസിലുണ്ടായത് വനിതാ നേതാക്കന്മാർ കൃത്യമായി വനിതാ പക്ഷത്ത് നടന്നുകൊണ്ടുള്ള അഭിപ്രായം അവർ പറഞ്ഞു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവരുണ്ട്. അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പിന്തുണയില്ലാത്ത, ഭരണത്തിന്റെ പിന്തുണയില്ലാത്ത വെറും ഒരു MLA ആണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഏത് പരാതിയും ഏത് തരത്തിലും അന്വേഷിക്കാം. CPM-ന്റെ നീണ്ട നിരയുള്ള നേതാക്കന്മാർക്ക് ലഭിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പേറ്റന്റേജും നിങ്ങൾ നിയമപരമായ നടപടിയെടുക്കാൻ സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഇന്നലെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങ് കേൾക്കൂ, പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശ തന്നെ പറയുന്നു, കേരളത്തിൽ ചർച്ച ചെയ്യുന്ന യുവാവിനെ കുറിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് ഭയമാണെന്ന് പറഞ്ഞത്
ഈ പാർട്ടിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയുടെ അഭിപ്രായം പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഭയമായ ഒരാളെ മണ്ഡലത്തിലെ MLA ആയി വെക്കുന്നതിന്റെ ന്യായീകരണം എന്താ, യുക്തി എന്താ പറഞ്ഞു? ഡോക്ടർ ആശ KC വേണുഗോപാലിന്റെ ഭാര്യ എന്നതിലുപരി സ്വന്തമായി വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ്. അവർ പാർട്ടിയിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടില്ല. അവർക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ടാവും. അവർ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നാണോ നിസാം സയ്യിദ്? പാർട്ടിയിലെ സ്ത്രീകളുടെ അഭിപ്രായമല്ല എന്നാണോ നിസാം സയ്യിദ്? അത് തീർച്ചയായും പാർട്ടിയുടെ അഭിപ്രായമല്ല. അത് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ പാലക്കാട്ടെ സ്ത്രീകൾക്ക് ഇയാളെ ഭയക്കണ്ടേ? ഒരാളാണ് അവരുടെ പാലക്കാട്ടെ സ്ത്രീകൾക്ക് പാലക്കാട്ടെ സ്ത്രീകൾക്ക് കേരളത്തിൽ ഒരാളെ ഭയന്ന് ജീവിക്കാനുള്ള സാഹചര്യമാണ് വ്യക്തമാക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പറയട്ടെ, ഒരാളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാൻ കേരളത്തിലെ സ്ത്രീകളെ ഞങ്ങൾക്ക് കഴിയില്ല. ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്ന്, ഒരു വില്ലനിൽ നിന്ന്, ഒരു വില്ലനിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിവില്ല എന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പറയട്ടെ. അയാൾക്ക് എന്ത് അധികാരമുണ്ടെങ്കിലും, ഏത് അധികാരമുണ്ടെങ്കിലും കേരളത്തിലെ പിൻവലിക്കേണ്ടത് പാർട്ടിയല്ലേ? അയാളുടെ നിയമസഭാ പാർട്ടിയല്ലേ? ആ പാർട്ടി ഇത് ചെയ്യാതെ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിരുന്ന കാര്യം ഏത് എം എൽ എ ആണെങ്കിലും അയാൾക്കെതിരെ നടപടിയെടുക്കുവാൻ ആഭ്യന്തര വകുപ്പിന് ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്ത് തടസ്സമാണ് ഇവിടെ ഉള്ളത്? അതാണ് ആ ചോദ്യത്തിലാണ് മറുപടി എനിക്ക് വേണ്ടത്. അരുൺകുമാറിൽ നിന്ന് ആ ചോദ്യം പ്രസക്തമാണ്. ചോദിച്ചതും താങ്കൾ ചോദിച്ചതുമായ ചോദ്യം അതാണ്. ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ഉണ്ട്. ആ കൊഗ്നിസിബിൾ ഒഫൻസുകളുടെ പേരിൽ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? ഇടവേളയ്ക്ക് പാർട്ടിക്ക് വേണ്ടാത്ത രാഷ്ട്രീയമായി നിർവീര്യമാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആർക്ക് വേണ്ടിയാണ് MLA സ്ഥാനത്ത് നിർത്തുന്നത് എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പ്രധാന ചോദ്യം ഇതാണ്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇനിയും കേസെടുക്കുന്നില്ല പോലീസ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ശേഷിയില്ലേ എന്നാണ് നിസാം സയ്യിദ് ചോദിച്ചത്. ഡോക്ടർ അരുൺ, ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള മാനദണ്ഡം താങ്കൾക്ക് അറിയാവുന്നതാണ്. എപ്പോൾ, എവിടെ വച്ച്, എങ്ങനെ, ആരിൽ നിന്ന്, വെൻ, വെയർ, ഹൗ, ബൈ ഹൂം എന്നുള്ളത് പരാതി കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പോലീസിന് കണ്ടെത്താം. പക്ഷേ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിന് എപ്പോൾ, എവിടെ വച്ച്, എങ്ങനെ എന്നത് കൃത്യമായിട്ട് വേണം. പ്രത്യേകിച്ച് ബലാത്സംഗ കേസുകൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സുവമോട്ടോ ബലാത്സംഗം രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, ഒരു ഇരയും വേട്ടക്കാരനും വേണം. ഇപ്പോൾ ഇതുവരെ ഇര രംഗത്ത് വന്നിട്ടില്ല. നിങ്ങളുടെ മാധ്യമത്തിലൂടെയാണല്ലോ ഈ ഒരു ഇര പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത്. അതുകൊണ്ട് താങ്കൾക്ക് കഴിയുമെങ്കിൽ ഈ കൃത്യമായി ഇരയോട് ഉപദേശിക്കണം. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇത്ര ഗൗരവമുള്ള കുറ്റകൃത്യം നടക്കുമ്പോൾ ഇതിലെ വേട്ടക്കാരൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കരുത്. മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തൽ കൊണ്ട് വേട്ടക്കാരനെ പിടിക്കാൻ കഴിയില്ല. അവൻ കൂടുതൽ അഹങ്കാരിയായി മാറും, കൂടുതൽ വേട്ടക്കിറങ്ങും. അതുകൊണ്ട് ഒരു FIR കൊടുക്കാൻ പ്രേരിപ്പിക്കുക. അത് സാധിക്കില്ല എങ്കിൽ നിങ്ങൾ പോലീസിനെങ്കിലും ഇന്നയാളാണ് ഇതിലെ ഇര എന്നൊരു വിവരം രഹസ്യമായിട്ടെങ്കിലും കൊടുക്കുക. അപ്പോൾ കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇവിടെ DGP അന്വേഷിക്കുന്നു ഈ കേസിൽ. ബഹുമാനപ്പെട്ട ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വനിതാ കമ്മീഷൻ പെൺകുട്ടികൾക്കെതിരെ അതിക്രമം നടന്നു എന്നുള്ള ഒരു സംശയം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വന്നപ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പൊ അൺഫെയർ പ്രാക്ടീസ് എഗൻസ്റ്റ് വുമൺ നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് കേസ് എടുത്ത് പോലീസിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോലീസ് ഈ ഇരയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ ഇതിൽ വേട്ടക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ വേട്ടക്കാരൻ കൂടുതൽ അഹങ്കാരത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കും. ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ പോയി ജാമ്യാപേക്ഷ കൊടുത്താൽ ഈ കേസുമായി കണക്ട് ചെയ്യാൻ ഒരു തെളിവും പോലീസിന് ഹാജരാക്കാൻ പറ്റില്ല പ്രോസിക്യൂഷന്. അപ്പൊ ജാമ്യം കിട്ടുമ്പോൾ എന്താ പറയണേ, എനിക്കെതിരായിട്ടുള്ള എല്ലാ കേസും രക്ഷപ്പെട്ടിരിക്കുന്നു. അതാണ് ഡേറ്റ് വച്ച് ഒരു സസ്പെൻഷൻ ഓർഡർ ഇറക്കാതെ ഒരു മാസത്തിനുള്ളിൽ എല്ലാം തീർത്ത് പോളിഷ് ചെയ്യുന്ന ED ചെയ്യുന്നത് പോലെ വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിക്കുന്ന തരത്തിൽ ഒരു കബളിപ്പിക്കുന്ന സസ്പെൻഷൻ ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്? ഞങ്ങൾ ഒരു മികച്ച മാതൃക കാണിച്ചു തരാം. അന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം തെറ്റിദ്ധരിച്ചു. ഇതാ ഒരു മഹാമാതൃക ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ പോകുന്നു. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ, ഭരണഘടനയിൽ പറയാത്തൊരു കാര്യം കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ എല്ലാ പൊസിഷനും രാജിവെപ്പിക്കണമെന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർട്ടി, രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയുടെ ഭരണഘടന ലംഘിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ മഹത്തായ മാതൃക കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുമ്പോഴും ഒറ്റ ചോദ്യം അവശേഷിക്കുകയാണ്.
പിതൃസ്ഥാനത്ത് നിന്ന് ഞാൻ എന്റെ പരാതി, എനിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ആ പീഡനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് കിട്ടിയ പരാതി, അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടപടി സ്വീകരിച്ചു എന്ന്. എന്നിട്ടും രാഹുൽ മാങ്കുട്ടിൽ എന്താ പറയുന്നത്? എന്നോട് ഇതുവരെ ഈ പ്രതിപക്ഷ നേതാവ് ഈ പരാതിയെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ലെന്ന്. അപ്പോ ഇരയെ വേട്ടക്കാരൻ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ആ വേട്ടക്കാരന് സൗകര്യമൊരുക്കിയതും ആ വേട്ടക്കാരന് പ്രൊമോഷൻ കൊടുത്തതും ആ വേട്ടക്കാരനെ ജനപ്രതിനിധിയാക്കിയതും ആ വേട്ടക്കാരനെ സംരക്ഷിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമായി ആ വേട്ടക്കാരന് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. എത്ര പേർ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്കറിയാം ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അന്ന് തന്തൂരി അടുപ്പിൽ വെച്ച് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ചുട്ടുകൊന്നതാണെങ്കിൽ നമുക്കറിയാം കോൺഗ്രസിന്റെ ഓഫീസിൽ വെച്ച് രാധയെ തല്ലിക്കൊന്ന് വെട്ടിനുറുക്കി ചാക്കിലാക്കി 2 ദിവസം സൂക്ഷിച്ചതാണെങ്കിൽ അതിന്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ അതിലും വലിയ കുറ്റകൃത്യം ഇവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാളെയും പഴിചാരാൻ നിൽക്കേണ്ട, മറ്റാരോപണങ്ങൾ ഉന്നയിക്കാൻ നിൽക്കേണ്ട. കോൺഗ്രസ് ജനങ്ങളെ പച്ചയായി കബളിപ്പിച്ചിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയ നടത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതിന് ജനങ്ങൾ ചുട്ട മറുപടി കൊടുക്കും. ഇത്തരത്തിലുള്ള കുറ്റവാളികളെ, ക്രിമിനൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് തുടരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം വലിയ ചോദ്യചിഹ്നമായി കേരളത്തിൽ നിലനിൽക്കുക. കാരണം എനിക്കെതിരെ നടപടിയെടുത്താൽ ഞാൻ പലതും പുറത്തു പറയും എന്ന് പറഞ്ഞ സാഹചര്യം ഇവിടെയുണ്ട്. ആ സാഹചര്യം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് ഒരു നടപടിയുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതായി ലെഫ്റ്റ് ഹാൻഡിൽ ഭരണഘടനാവിരുദ്ധമായ നടപടി ഭരണഘടനാവിരുദ്ധമായ നടപടി എങ്ങനെ? ഒരു കോൺഗ്രസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയുടെ ഭരണഘടനയല്ലേ? ആ സംഘടനയുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് എത്രയോ പേർ കോടതിയിൽ പോയി. കാരണം ഭരണഘടനാ വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് നടന്ന കണ്ടില്ലേ? കോടതി പോയി നമ്മൾ കണ്ടില്ലേ? പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല 6 മാസമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. 6 മാസമെന്ന് കരുതുകയാണ് എല്ലാവരും ചെയ്തത്. നമ്മൾ പോലും തെറ്റിദ്ധരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവര് സേഫാണ്. പറഞ്ഞത് വളരെ കൃത്യമല്ലേ? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്തു. നാളെ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരിച്ചെടുക്കും. എങ്ങനെ ബോധ്യപ്പെടും? ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അപ്പൊ 1 മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കാനുള്ള എല്ലാ വഴിയും ഒരുക്കിയിരിക്കുന്നു. MLA സ്ഥാനം തിരിച്ചു ചോദിക്കുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ വരെ, മെമ്പർമാരെ വരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ആ പൊസിഷൻ തിരിച്ചു മേടിക്കും. അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒരു സംഘടന പ്രവർത്തിച്ചാൽ, ഒരു രാജ്യം ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നാൽ എന്താണ് പിന്നെ രാജ്യത്തിന്റെ അവസ്ഥ? സംഘടനയുടെ അവസ്ഥ എന്താ? അതിനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ കബളിപ്പിച്ചോ എന്നുള്ളത് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ്. മറുപടി പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ നന്ദി. CPM പ്രതിനിധി നിസാം സെയ്ദ്, അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, അഡ്വക്കേറ്റ് ഷാനിബ അലി ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.